ഒരു കാലത്ത് വയനാടിനെയും പരിസര പ്രദേശങ്ങളെയും ഭീതിയിലാഴ്ത്തിയ യക്ഷി ഒറ്റമുലച്ചി. യക്ഷിയല്ല, സാക്ഷാൽ ഭഗവതിയുടെ അവതാരമാണ് ഒറ്റമുലച്ചി എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. കാരണം വീട്ടിൽ ഒറ്റമുലച്ചിയുടെ സാന്നിധ്യമുണ്ടായാൽ അവരുടെ കൃഷിസ്ഥലങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാറില്ല. കുടുംബത്തിൽ ധനം കൂടുകയും ചെയ്യുമെന്നും പറയപ്പെട്ടിരുന്നു. ഒരു കന്നിമാസത്തിലെ അമാവാസിയിലാണ് ഒറ്റമുലച്ചിയുടെ ജനനം. ദുർമന്ത്രവാദി വയനാടൻ തമ്പാന് ഒരു കുറിച്ച് കന്യകയിൽ ജനിച്ച കുട്ടിയാണ് ഒറ്റമുലച്ചി. കല്യാണത്തിന് മുൻപേ ഗർഭിണിയായതുകൊണ്ട് പെൺകുട്ടിയെയും കുടുംബത്തെയും കുറിച്യ സമുദായം ഊരുവിലക്ക് പുറത്താക്കി. ജനിച്ചപ്പോൾ കുട്ടി കരയുകയോ ഒന്നും ചെയ്തിരുന്നില്ല. നിറയെ മുടി, ചിരിക്കുന്ന മുഖം, തിളങ്ങുന്ന കണ്ണുകൾ, പിന്നെ ഒറ്റമുല. അങ്ങനെ മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു ഒറ്റമുലച്ചി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛനും മുത്തച്ഛനും മുത്തച്ഛിയുമൊക്കെ മരിച്ചു. കഷ്ടകാലം അവിടെയും കൊണ്ട് കഴിഞ്ഞില്ല. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മയും മരിച്ചു. അതോടുകൂടി അവൾ തീർത്തും ഒറ്റപ്പെട്ടു തുടങ്ങി. പിന്നീട് അവൾ തൻ്റെ അച്ഛനായ തമ്പാൻ്റെ മാനന്തവാടിക്കടുത്തുള്ള ഊരിലേക്ക് പോയി. അവിടെ ഭദ്രകാളിയുടെ ഒരു കാവുണ്ടായിരുന്നു. തമ്പാന്റെ മരണശേഷം കാവിൽ പൂജയൊന്നും നടന്നിട്ടുമില്ല. എങ്കിലും ആളുകൾ പല കാര്യസിദ്ധിക്കായി അവിടെ ഭക്ഷണ സാധനങ്ങൾ നിവേദിക്കുന്ന പതിവുണ്ടായിരുന്നു. എന്ത് നിവേദിച്ചാലും പിറ്റേ ദിവസം അത് കാലിയാകും. പിന്നീടുള്ള അവളുടെ ശാരീരിക വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. 15 വയസ്സായപ്പോൾ അവൾ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പെണ്ണായി മാറി. കാട്ടിലെ മൃഗങ്ങളെല്ലാം അവളുടെ സുഹൃത്തുക്കളായി. എല്ലാം നല്ല ഭംഗിയായി പോകുന്ന കാലത്താണ് ആ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. വെളിനാട്ടിൽ നിന്ന് 3 ചെറുപ്പക്കാർ ഈ കാട്ടിൽ വരികയും അവളെ കാണാനിടയാകുകയും ചെയ്തു. അങ്കലാവണ്യത്തിൽ അവളെ വെല്ലാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു കുറവ് മാത്രം, ഒറ്റമുല. അതൊരു കുറവായി ആ യുവാക്കളും കരുതിയില്ല. അവർ ഒരു ബലാത്സംഗ ശ്രമം നടത്തി. ശ്രമം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു കാട്ടുപോത്തിന്റെ ശക്തിയുള്ള അവളിൽ നിന്ന് അവർക്ക് മരണം വരിക്കേണ്ടി വന്നു. അവൾ ആ യുവാക്കളുടെ രക്തം കുടിക്കുകയും ചെയ്തു. ആ സംഭവത്തോടുകൂടി അവൾക്ക് യുവാക്കളുടെ രക്തത്തിനോട് ഒരു പ്രത്യേക താല്പര്യം തോന്നി തുടങ്ങി. പിന്നീട് അവൾ മണിച്ചിറ എന്ന ഗ്രാമത്തിലേക്ക് പോകുന്നു. അവളുടെ രക്ഷയ്ക്കായി ഭദ്രകാളിയും കാവ് ഉപേക്ഷിച്ച് അവളുടെ കൂടെ പോരുന്നു. മലയുടെ മുകളിൽ ഒരു കാവുണ്ടാക്കി ഭദ്രകാളിയെ അവൾ അവിടെ പ്രതിഷ്ഠിച്ചു. അവളുടെ അടുത്ത മനുഷ്യവേട്ട നടക്കുന്നത് മണിച്ചിറ ഗ്രാമത്തിലാണ്. പൗർണമി രാത്രികളിൽ യുവാക്കളുള്ള വീടുകൾ തേടിപ്പിടിച്ച് അവരെ കൊല്ലാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒറ്റമുലച്ചി ഒരിക്കൽ ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും. കാരണം അവൾ എവിടെ പോകുന്നോ കൂടെ ഭദ്രകാളിയും ഉണ്ടാകും. എന്നിട്ട് ആ കുടുംബത്തിന് വന്ന നഷ്ടം അനുഗ്രഹം കൊണ്ട് നികത്തും. കാലം കുറേ കടന്നുപോയി. എങ്കിലും മാസത്തിൽ ഒരു യുവാവ് വെച്ച് നഷ്ടമാകുന്നതും പതിവായി. അങ്ങനെ വയനാട്ടിലെ ജനങ്ങൾ ഒരുമിച്ചൊരു തീരുമാനമെടുത്തു. ഒറ്റമുലച്ചിയെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുക. ഒരു കാട്ടുപോത്തിന്റെ ശക്തിയും ഭദ്രകാളിയുടെ അനുഗ്രഹവുമുള്ള അവളോട് ഏറ്റുമുട്ടാൻ ആ നാട്ടിലെ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഗണപതിവട്ടം ക്ഷേത്രത്തിനടുത്തുള്ള കാവിൽ ഒരു ദിവ്യൻ വന്നത്. നാട്ടുപ്രമാണിമാരെല്ലാം അദ്ദേഹത്തെ പോയി കണ്ടു. അവരുടെ സങ്കടങ്ങൾ ബോധിപ്പിച്ചു. കുറേ നേരം ധ്യാനത്തിലിരുന്ന ശേഷം അവരോട് ഇങ്ങനെ പറഞ്ഞു: ഈ നാടിൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ഒറ്റമുലച്ചിയാണ്. അവൾ ഇല്ലാതായാൽ ഈ നാടിന്റെ ഐശ്വര്യം അതോടെ നശിക്കും. പക്ഷെ അവരുടെ ആവശ്യത്തിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറായില്ല. അങ്ങനെ ദിവ്യൻ ഒരു പ്രതിവിധി പറഞ്ഞു. 18 വയസ്സ് തികയാത്ത ഒരാൾക്ക് മാത്രമേ അവളെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അയൽദേശത്ത് നിന്ന് ഒരു ബാലനെ കൊണ്ടുവന്നു. പേര് കേട്ട തേവലശ്ശേരിയിലത്തെ ഒരു കുഞ്ഞ്. ബാലൻ കർമ്മങ്ങൾ ആരംഭിച്ചു. നീണ്ട 16 ദിവസത്തെ കർമ്മം. ഒറ്റമുലച്ചിയെ ഒരു കല്ലിലേക്ക് ആവാഹിച്ചു. അങ്ങനെ ഒറ്റമുലച്ചി എന്ന ശല്യം അവസാനിച്ചു. ഈ ബാലകനാണ് പിന്നീട് തേവലശ്ശേരി നമ്പി എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്ന മാന്ത്രികൻ.